ഹായ് നമസ്കാരം, ഞാൻ സിക്സർ ബാബുവാണ്. സിക്സർ ഫിഷിംഗ് അഴീക്കൽ. നമ്മുടെ 9ാമത് ലക്കി ഡ്രോയുടെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കുന്നത് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ബെയ്റ്റ് കാസ്റ്റ് റോഡ് ആൻഡ് റീൽ സെറ്റാണ്. ഒരു 6000 റുപ്പീസിൻ്റെ ബെയ്റ്റ് കാസ്റ്റ് റോഡ് ആൻഡ് റീൽ സെറ്റ്. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ MRP അതിൽ മേളിൽ വരും. ഞാൻ പിന്നെ ഒരു പാക്കേജ് ചെയ്യുന്നത് കൊണ്ട് 6000 റുപ്പീസ് ആ റേഞ്ചിൽ തന്നെ ഞാൻ ചെയ്യുന്നത്, അല്ലാതെ MRP ആയിട്ടൊന്നും ഇടുന്നില്ല. MRP ഇട്ടാൽ കൂടിപ്പോവും. അപ്പോൾ തക്കുഗാന റീല്, പിന്നെ റിക്കിമാരു 8X ബ്ലൈഡ്, പിന്നെ ഒരു ലൂറ് ഏത് വേണമെങ്കിലും നമുക്കൊരു 150 രൂപ റേഞ്ചിലുള്ള ലൂറ് ഏത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ എന്താണ് ബ്ലാക്ക് മാമ്പ റോഡ്, തക്കുഗാന റീൽ, റിക്കിമാരു ലൈൻ, പിന്നെ അതിൻ്റെ ഒരു ലൂറ്, പിന്നെ അതിൻ്റെ സ്നാപ്പ് ലോക്ക്, സിവിൽ ലീഡർ, ഒരു ഫുൾ പാക്ക് എന്നുവെച്ചാൽ അതുമായിട്ട് പോയി ചൂണ്ടയിടാം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് പ്രൈസ്. ഓക്കെ. സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത് ഷിമാനോയുടെ 6000 അലീവിയോ. അതിനാണ് 5250 രൂപയാണ് നമ്മുടെ MRP. അലീവിയെ പറ്റി പറയേണ്ട കാര്യമുണ്ടോ? പറയാം. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. ഇതാണ് അലീവിയോ റീല്. ഷിമാനോയുടെ ബെസ്റ്റ് ഒരു മീഡിയം റേഞ്ച് റീലാണ്. ഒരു ഇച്ചിരി ഹെവി റീലാണ്. നമുക്ക് തിരണ്ടി പിടിക്കാം, ബൈറ്റ് ഫിഷിങ്ങിന് പറ്റിയൊരു നല്ലൊരു റീലാണ് അലീവിയോ. എല്ലാവരും മേടിക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു ഹെവി ഫിഷിംഗ് റീലാണ് അലീവിയോ. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ അലീവിയാണ്. പിന്നെ തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് ലുക്കാനയുടെ സ്റ്റോൺ ഐലൻഡ്. ഇപ്പോൾ അലീവിയെ പറഞ്ഞതുപോലെ നല്ലൊരു മെറ്റൽ ബോഡി, ഹെവി മെറ്റൽ ബോഡി റീലാണിത്. പുതിയ മോഡൽ സാൾട്ട് വാട്ടർ സ്പെഷ്യലാണ്. 6000 ലുക്കാന സ്റ്റോൺ ഐലൻഡ് എന്ന് പറയുന്ന റീല്. പിന്നെ തേർഡ് പ്രൈസ് എന്ന്, ഇപ്പോൾ ഇതെല്ലാം റീലുകൾ വേണോ? ഞാൻ നേരത്തെ ഒരു 1.5 മണിക്കൂർ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു കസ്റ്റമറുമായിട്ട്. നമ്മുടെ ലക്കി ഡ്രോ ക്ലബിലുള്ള എല്ലാവരും അടിച്ച് കുറേ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് റീലുകൾ കുറച്ച് സെലക്ഷൻ വേണമെന്ന് പറഞ്ഞത്. ഇതെന്ന് പറയുന്ന ഒരു ഹെവി മെറ്റൽ ബോഡി റീലാണ്. അതിൻ്റെ പേര് ഡാബ എന്ന് പറയുന്ന ഒരു റീലാണ്. 10,000 സീരീസ് ആണ്. നമ്മൾ ഇനി തെരണ്ടി സീസണിലൊക്കെ ഫിഷിങ്, അതുപോലെ ബൈറ്റ് ഫിഷിങ്ങിനും പറ്റിയ ഹെവി മെറ്റൽ ബോഡി റീലാണ്. ഒരു 3000 രൂപയാണ് ഇതിൻ്റെ വില. വേണ്ടവർ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഈ റീലുകളെല്ലാം നമുക്ക് അല്ലാതെ അയച്ചു തരാം. ഇപ്പം ഞാനിത് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യക്കാർക്ക് ഇത് അയച്ചു തരും. 50 രൂപ എക്സ്ട്രാ. ഇതും വിന്നറാകുന്നവരെല്ലാവരും സെറ്റിംഗ് ചാർജ് ചെയ്യണം. 50 രൂപ. റോഡ് റീൽ സെറ്റ് കിട്ടുന്നവർ 100 രൂപ ഇടണം. ഇത് 3000 രൂപയുടെ ഡാബ എന്ന് പറയുന്ന ഒരു ഹെവി മെറ്റൽ ബോഡി സൂപ്പർ റീൽ, സർഫ് റീലാണ്. അടിച്ച് മാക്സിമം ഒരു 300 മീറ്റർ, ഒരു 50 LB നൂല് 300 മീറ്റർ നമുക്ക് നിറയ്ക്കാൻ പറ്റുന്ന ഒരു ഹെവി റീലാണ്. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഒരു റോഡ് റീൽ സെറ്റ് 2500 രൂപ വില വരുന്ന ലുക്കാനയുടെ 7 ഫീറ്റ് റോഡും ഒരു സ്പിൻ 50 റീലും DNA 300 മീറ്റർ ലൈനിൽ ലോഡ് ചെയ്ത് ഒരു ലൂറ് സഹിതം വെറും 2500. ഈ 2500 ഓഫർ നമ്മുടെ കടയിൽ എന്നുകൊണ്ട് ആവശ്യക്കാർ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ 2600 ഇട്ടാൽ നമ്മൾ സെൻഡ് ചെയ്തും തരും. അതും കൂടെ ഒരു പരിചയപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രോഡക്റ്റ് പരിചയപ്പെടുന്നത്. അപ്പോൾ 1, 2, 3, 4, 5 ആറാമത്തെ എന്തോ നമ്മൾ കൊടുക്കുന്നത് ഷിമാന FXൻ്റെ മൈക്രോ റീല്. 1000 സീരീസിൻ്റെ ഷിമാന FXൻ്റെ ഒരു മൈക്രോ റീലാണ് നമ്മൾ ചെയ്യുന്നത്. 2050 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇത് സെൻഡ് ചെയ്ത് അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ 2100 ഇട്ട് നമുക്ക് അയച്ചു തരും. ഇത് നമ്മൾ എത്രാമത്തെ ആയിരിക്കും? 5ാമത്തെ അല്ലേ? ആറാമത്തെ. ഇനി 7ാമത്തെ. അപ്പോൾ റോഡ് റീൽ. ഇനി 7ാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ക്യൂൻഹായിയുടെ ഒരു, ഞാൻ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു റീലാണ്. വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ക്യൂൻഹായ് റീലാണ്. 1200 രൂപ റേഞ്ചിലുള്ള ക്യൂൻഹായ് റീല് 6ാം സമ്മാനം. 7ാം സമ്മാനം അതേ വില തന്നെ ലുക്കാനയുടെ സ്പിൻ 50. എല്ലാവർക്കും അറിയാം സ്പിൻ 50യെ പറ്റി. അതാണ് കൊടുക്കുന്നത്. 8ാം സമ്മാനവും സ്പിൻ 50 തന്നെ നമ്മൾ കൊടുക്കുന്നത്. 1200 രൂപ റേഞ്ചിലാണ് ഇത് കൊടുക്കുന്നത്. സ്പിൻ 50 8ാം സമ്മാനം. ഇനി 9ാം സമ്മാനം എന്ന് പറയുന്നത് നമുക്ക് റോഡും റീലും എല്ലാം ഇപ്പോൾ ഉണ്ടല്ലോ. ബെയ്റ്റ് കാസ്റ്റ് റോഡായി, സാധാ റോഡ് റീൽ സെറ്റായി, പിന്നെ കുറേ റീലുകളായി. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ടാക്കിൾ ബോക്സ്, പിന്നെ ഗ്രിപ്പർ, ലുക്കാന ഗ്രിപ്പർ പ്ലസ് ഒരു ടാക്കിൾ ബോക്സ് 7 14 ലൂറ് വെക്കാൻ പറ്റുന്ന ഒരു ടാക്കിൾ ബോക്സ് ആണ്. ഇത് ടോട്ടൽ 900 റുപ്പീസാണ്. അത് എത്രാം സമ്മാനമാകും? അപ്പോൾ 9. 10ാം സമ്മാനം അതേ പ്രോഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ടാക്കിൾ ബോക്സ് വിത്ത് ഗ്രിപ്പർ 10ാം സമ്മാനം. 11. ഇത് 10 ആകും അല്ലേ? അപ്പോൾ ഇത് 10 ശരി, സോറി. അപ്പോൾ ഇത് 11ാമത് സമ്മാനം അതേ പ്രോഡക്റ്റ് തന്നെ. 12 എന്ന് പറയുന്നത് നമ്മൾ റോഡ് കിറ്റ് ബാഗ്, ഫുൾ ബാഗിന് ആദ്യം നമ്മൾ ഫുൾ പാക്കേജ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് റോഡും ഡീലും ഒക്കെ ഉള്ളവർക്ക് ഒരു 8 അടി റോഡ്, ഇനി 10 അടി വേണമെന്നുണ്ടെങ്കിൽ 10 അടിയും സെറ്റാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ 8 അടി റോഡും ഒരു റോഡ് ബാഗും, അത് 900 റുപ്പീസാണ്. ഇതെത്ര? 12ാമത് സമ്മാനം അല്ലേ? അതേ പ്രോഡക്റ്റ് തന്നെ. 13ാമത്തെ സമ്മാനവും അത് തന്നെ.
ഒരു റോഡ് ബാഗും ലൂർ ബോക്സും കൂടെ നമ്മൾ ചെയ്യുന്നത്. 13ാമത്തെ സമ്മാനം. ഓക്കെ, 14ാമത്തെ സമ്മാനം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ലാസ്റ്റ് വീഡിയോക്കകത്തിട്ട് ഒരു ഹെവി മെറ്റൽ അല്ല, ഹെവി 300 സോറി എന്താ പറയുന്നത് 30 ഗ്രാമിന്റെ 95 mm ലൂറ്, 95 mm 30 ഗ്രാമിന്റെ ഒരു കാളാഞ്ചി ചെമ്പല്ലിയൊക്കെ അടിക്കാൻ മാക്സിമം ലെങ്തിൽ എറിയാൻ പറ്റുന്ന ഒരു ലൂറാണ് ഇത്. 300 റുപ്പീസാണ് ഇതിന്റെ വില. പ്ലസ് അതിന്റെ കൂടെ ഒരു 250 വിലയുള്ള ഒരു ഷ്രിമ്പും കൊടുക്കുന്നു. അങ്ങനെ ലാസ്റ്റ് സമ്മാനം 14ാമത്തെ സമ്മാനം. അപ്പോൾ ആർക്കും നഷ്ടം വരത്തില്ല. വെറും ഒരു ലൂറിന്റെ വിലയെ വരുത്തുള്ളൂ നമ്മുടെ ടോക്കണ്, വെറും 200 രൂപ. അപ്പം മാക്സിമം ആൾക്കാർ ഇത് ടോക്കൺ എടുക്കുക. ഈ കാണുന്ന പ്രോഡക്റ്റ് സമ്മാനമായി നേടാൻ മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം 949496262571. ഈ നമ്പർ തന്നെ എൻ്റെ ഗൂഗിൾ പേ നമ്പർ. മറ്റേ നമ്മൾ ഗ്രൂപ്പിലിടുന്ന ആ നമ്പറിൽ വിടാം. ഏത് നമ്പറിൽ വേണമെങ്കിലും നമുക്ക് പൈസ ഇടാം. അതുപോലെ പൈസ ഇട്ട് സ്ക്രീൻഷോട്ട് ചെയ്യുക. ചെയ്യേണ്ട 2-3 ജോലിയുള്ളൂ നിങ്ങൾക്ക്. ടോക്കൺ ഇടുമ്പോൾ പേരെഴുതുക, അല്ലെങ്കിൽ നമ്പർ എഴുതുക, പേരെഴുതുക, സ്ഥലം എഴുതുക. ഓക്കെ, ഫിനിഷ്. അത് ആദ്യം വരുന്നവരെ ഞങ്ങൾ തിരിച്ചെഴുതിയിടുക. ഗ്രൂപ്പിനകത്ത് തന്നെ നമ്മൾ ടോക്കൺ നമ്പറിന്റെ നേരെ നിങ്ങളുടെ പേര് എഴുതിയിടും. ആ ടോക്കൺ നമ്പറിന്റെ നേരെ പേര് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യേണ്ടത് എന്തുവാ, നിങ്ങൾ പൈസ ഇടുക. ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഗെയിം ഇത് വളരെ സിമ്പിളായിട്ട്. പിന്നെ ആവശ്യമില്ലാതെ ചർച്ചകൾ, ബഹളം, നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചർച്ചകൾ മാത്രം മതി. നെഗറ്റീവ് ചർച്ചകളൊന്നും മാക്സിമം ഒഴിവാക്കുക. നല്ല രീതിയിൽ നമ്മുടെ ഗ്രൂപ്പുമായിട്ട് സഹകരിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക. നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ആരും മോശക്കാരല്ല, എല്ലാവരും മിടുക്കരും, എല്ലാവരും നല്ലവർ തന്നെ. അപ്പോൾ ആരേക്കാൾ വലുതുമല്ല, ആരേക്കാൾ ചെറുതുമല്ല. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. എല്ലാവരും നല്ല രീതിയിൽ ഗെയിം കളിക്കുക, സഹകരിക്കുക. താങ്ക് യു.